അബ്രോമി ഗ്രേവി മസാല യൂസ് ചെയ്തിട്ട് ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം ബീഫാണ്. പിന്നെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും അതേപോലെ അബ്രോമി മസാല. ഈ ഒരു മസാല ഇപ്പൊ പൗച്ചിലും അതേപോലെ ബോട്ടിൽസിലും അവൈലബിൾ ആണ്. ഈ ഒരു ഉള്ളിയും തക്കാളിയും ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഗ്രേവിന്റെ അളവ് കുറച്ചും കൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുന്ന തക്കാളിയും ഉള്ളിയും കുറച്ചുകൂടെ കൂട്ടി കൊടുത്താൽ മതി. ഈ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫും അതേപോലെ ഈ ഒരു മിക്സ്ചറും ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് 500 ഗ്രാം ബീഫാണുള്ളത്. സോ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അബ്രോമി ഗ്രേവി മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടിച്ചു വെക്കുക. ഇനി ബീഫ് അതിന്റെ വേവ് അനുസരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ സ്റ്റൗ ഓൺ ആക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സും അതേപോലെ കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതായത് ബീഫ് വരട്ടി അവസാനമാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൂലേ, അതേപോലെ. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ബീഫ് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ സെർവ് ചെയ്യാം. സോ അങ്ങനെ അബ്രോമി മസാല യൂസ് ചെയ്തിട്ടുള്ള ബീഫ് വരട്ടി റെഡിയായി.